എന്താ പറ നീ ഒന്നാമത് നീ എന്തിനും പറയാണ്ടി ഫസ്റ്റ് പറ കാര്യം എനിക്ക് അതിന് മേളിൽ പറയാനുള്ളതാണ്. അതാണ്. അല്ല അങ്ങനെയല്ല, 3 മാസം വീട്ടിനകത്തായതുകൊണ്ട് ഇനാഘോഷന് പോകുമ്പോൾ സംസാരിക്കാൻ എനിക്ക് എന്തോ ടെൻഷൻ പോലെ. ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും ഒരു ഓളം ഉണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, 100 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല ശരിക്കും. ഇന്നലെ ഇനാഘോഷന് വേണ്ടിയിട്ടും അങ്ങനെയല്ല, പുറത്തിറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഇതുവരെ. അപ്പൊ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇറങ്ങുന്നത്. അപ്പൊ എല്ലാരെയും കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈം എന്താ പറയുക, ഒരു ഇനാഘോഷം ചെയ്യുന്നൊരു ടെൻഷനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും സംസാരിക്കാണ്ട് നിൽക്കുന്നത്. സംസാരിക്കണ്ട കാര്യം, ബിഗ് ബോസ് കഴിഞ്ഞല്ലേ ഉള്ളൂ, കിടക്കാണ്. അടുത്ത സീസൺ വരെ ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത സീസൺ കഴിഞ്ഞിട്ടും നിനക്ക് ഒരുപാട് സംസാരിക്കാം. കാര്യം ഇനി അടുത്ത സീസൺ തുടങ്ങുമ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റിനെ പറ്റി സംസാരിക്കാം. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ ഇപ്പോൾ സീസൺ 7 ആയി. ഞാൻ സീസൺ 1 പോയ ഒരാളാണ്. നീ എത്ര സീസൺ വന്നാലും സീസൺ 7 വിന്നർ ഒരാളുണ്ടാവുള്ളൂ, അത് നീ തന്നെയാണ്. അപ്പോൾ ഇന്നും നിനക്ക് പ്രൗഡോടെ പറയാം. ഞാൻ എപ്പോഴും പറയുന്നു, ഏത് സംസ്ഥാനത്ത് പോയാലും നിനക്ക് ഒരു പ്രൊഫൈല് പറയുകയാണെങ്കിൽ സിനിമ നടി എന്നുപരി, അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നതിനുപരി, അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്നതുപരി ബിഗ് ബോസ് പറയാൻ പറ്റും, വിന്നർ എന്ന് പറയാം കേട്ടോ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇപ്പോൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ എന്നെ അറിയാത്ത ആളുകൾ ഞാൻ ബിഗ് ബോസ് സീസൺ 1 സെക്കൻഡ് റണ്ണറപ്പ് എന്നൊക്കെ പറയും. ഇവിടെ പറയാറില്ല, കാര്യം ഇവിടെ അവർക്ക് ആർക്കും എന്നെ ഒരു ഇതില്ല. പുറത്ത് കേരളത്തിൽ ചെല്ലുമ്പോൾ, അത് കേരളത്തിനേക്കാൾ പുറത്ത് ചെല്ലുമ്പോൾ കാര്യം എൻ്റെ ഈ ഞാൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകുമ്പോൾ ആളുകൾ കൊള്ളാലോ എന്നൊക്കെ നോക്കാം. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അത് റോങ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലേ? നല്ലൊരു കൈ കൊടുത്തേ, നല്ലൊരു നിറഞ്ഞ കൈയടി. വിജയിച്ചു. എന്തായാലും കുറച്ചുകൂടെ സംസാരിക്കേണ്ടോ. എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും. അല്ലേ, കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് അമ്മമാരും കുട്ടികളൊക്കെ ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് നിൽക്കാനും പറ്റില്ല, തൊട്ട് റോഡൊക്കെ ബ്ലോക്കും, പോലീസുകാരൊക്കെ അവിടെ ഉണ്ട്. ഈ അളിയുടെ പേരിൽ കേസും വരും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുള്ള പരിപാടികളാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എന്താ പറയുക, വോട്ട് ചെയ്തു. എന്താ പറയുക, നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു, നമ്മൾ 3 മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല. സങ്കടം എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതും കഴിയുന്നതും. അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ, അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നോ, പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നു ഒന്നും നമ്മൾ വിചാരിക്കുന്നതല്ല. പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ പുറത്ത് ഔട്ട് എന്താണെന്നുള്ളതെന്നൊക്കെ. പക്ഷേ ഇപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല, ഹാപ്പിയാണ് ഞാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ നിൽക്കുന്നതിൽ കൂടുതൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, സ്നേഹിച്ചു. എന്നെ അറിയാത്തവർ കുറച്ചും കൂടി എന്നെ നന്നായിട്ട് അറിഞ്ഞു. എൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ. എന്തായാലും എല്ലാവരുടെയും മുഖം കാണുമ്പം എന്താ പറയുക, സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം എന്നുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇവിടെ ഈ ഒരു പൊതുവെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇനാഘോഷം വരുമ്പോൾ അധികം ആൾ വരാത്തതാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഇത്രയും എന്താ വരുമോ, അല്ല ഈ ഒരു സൈഡില് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അല്ല, പൊതുവെ അങ്ങനെ കാണാറില്ല. ഞാൻ വരുമ്പോഴല്ല, അല്ലാതെ വരുമ്പോ ആരെങ്കിലൊക്കെ. അതല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആര് വന്നാലും ഇവിടെ ആലുവയുള്ള ആളുകൾ ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ച് ആലുവക്കാര് കൈയടിച്ച് പെരും സ്നേഹമാണ്. അല്ല, ആലുവക്കാര് മാത്രല്ലാന്ന് തോന്നുന്നു. സാധനത്തൊക്കെ സാധനത്തൊക്കെ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ പോയാ ആളുകൾ ലക്ഷങ്ങൾ പോയിണ്ടാവും. ആലുവക്കാര് മാത്രല്ലാന്ന് തോന്നുന്നു, പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലേ? അല്ലേ? എവിടെന്നാ? ഡൽഹിന്നോ? ഡൽഹി എന്നെ കാണാൻ വേണ്ടി വന്നാണോ? സത്യം പറഞ്ഞു. ബിഗ് ബോസ് ഫാൻ ഡൽഹി. എല്ലാ ക്യാമറയും ഡൽഹി ബ്രോയുടെ അടുത്തേക്ക് പോട്ടെ. എല്ലാ ക്യാമറയും സകലമാന ക്യാമറ ഡൽഹി ബ്രോയുടെ അടുത്തേക്ക് തിരിയട്ടെ. ഈസ് കമ്മിങ്. വരുന്നതാണോ ഡൽഹിയില്? ദൂരെ കള്ളം പറയില്ല ആരും. കൊച്ചിയിലുള്ളവര് Please come on the stage. Come here. He's from Delhi. Please clap your hands over it. ഞാൻ സിയാസ് ഖാന്റെ ഫാനാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി നോക്കിയിട്ട് 5 മണിക്ക് ഓൾ ഇന്ത്യ സിൽവർ ഓപ്പണിംഗ് ആണ്, അതായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ സിയാസ് ഖാൻ പറഞ്ഞിരുന്നു, അനുമോള് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബിഗ് ബോസ് വിന്നറാണ്. മുമ്പ് പരിചയമില്ല, പക്ഷെ സിയാസ് ഖാൻ പറഞ്ഞിട്ട് നമുക്ക് പരിചയം. അതാണ്. താങ്ക് യു. പേരൊന്നും അറിയാം. എൻ്റെ പേര് മോമിൻ മലിക്. ഞാൻ ഹിന്ദിയാണ്, ഫ്രോം ഡൽഹി, പക്ഷേ ഞാൻ സെറ്റിൽഡ് ആണ് ഇവിടെ ആലുവ.
ഓക്കെ നല്ലൊരു കൈ കൊടുത്തു എല്ലാവരും. ഇതൊക്കെ മൊമെന്റ്സ് ആണോ? ദാറ്റ്സ് എ വണ്ടർഫുൾ മൊമെന്റ്സ് ചെയ്യാം. ഞങ്ങൾക്ക് ഡൽഹിയിലുണ്ടോ പിടിപാട്? ആരാണ്? കോട്ടയിൽ നിന്ന് ഒരു 2 പെൺകുട്ടികൾ വന്നിരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കണം. പാവങ്ങള് സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്, ഫ്രീക്വൻസി ആണ് കാണുന്നത്. താങ്ക് യു സോ മച്ച്. ദുബായിന്നാ